ഗുണങ്ങളേറെ ഉണ്ടായിട്ടും വേണ്ടത്ര പരിഗണന കിട്ടാത്ത ഒരു മീനാണ് ചാളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചാള വറുത്തതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും അതിന്റെ മണം കാരണം കൊണ്ട് വീട്ടില് പലരും കേറ്റാറില്ല അല്ലെ. മാത്രമല്ല വീട്ടിലൊക്കെ വെച്ച് വറുത്ത് കഴിക്കുമെങ്കിലും ആഘോഷ സമയത്തൊക്കെ വേറെ വില പിടിച്ച മീനുകളൊക്കെ ആയിരിക്കും നമ്മുടെ തീൻമേശകളിൽ ഉണ്ടാവുക. ചില മനുഷ്യരുടെ കാര്യം ഈ ചാളയെ പോലെയാ. നല്ല ഗുണമുണ്ടെങ്കിലും വേണ്ടത്ര പരിഗണനയൊന്നും കിട്ടിയെന്ന് വരില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ആകെ വറുത്ത് കഴിച്ചേക്കണ മീൻ എന്ന് പറഞ്ഞാൽ ചാളയാ. അന്ന് അമ്മയ്ക്ക് ചാളയുടെ ഗുണങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ 10 രൂപ കൊടുത്ത ഒരു ചട്ടി നിറയെ ചാള കിട്ടുന്ന ആ കാലത്ത് പിന്നെ 2 ദിവസത്തെ കാര്യം കുശാലായില്ലേ. ചാളയില് നിറയെ ഒമേഗ 3 ഉള്ളതുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ്. പിന്നെയോ മസിൽസിന് വേണ്ട പ്രോട്ടീനും സമൃദ്ധമായിട്ടുണ്ട്. പിന്നെ വറുത്ത ചാളയുടെ ഒക്കെ മുള്ളു കഴിച്ചാലോ ആവശ്യത്തിന് കാൽഷ്യം കിട്ടും. പിന്നെ സമൃദ്ധമായിട്ട് ആന്റി ഓക്സിഡന്റ്സും ഉണ്ട്. മറ്റ് കടൽ മീനിനെ അപേക്ഷിച്ച് മെർക്കുറിയുടെ അളവ് കുറവായതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് കഴിക്കുകയും ചെയ്യും. ചാള വറുക്കുന്നത് അമ്മ മുമ്പ് എങ്ങനെയാണോ വറുത്ത് തരാറുള്ളത് അതുപോലെ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ അല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് തിരുമ്മി വെക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കും. പക്ഷെ അതിന്റെ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. പിന്നെ ആ വറുത്ത ചാളയുടെ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ഇത്തിരി ചോറ് തിരുമ്മി കഴിക്കാനോ ആ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോ ചാള നമ്മൾ ധാരാളമായിട്ട് കഴിക്കുക, കുട്ടികൾക്കും സമൃദ്ധമായിട്ട് കൊടുക്കുക.